നമസ്കാരം. കഴിഞ്ഞ ദിവസം കോലഞ്ചേരിയിൽ ഒരു കോളേജ് പരിപാടിക്ക് ജാസി ഗിഫ്റ്റ് പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ അപമാനിച്ച് വിട്ടു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നിലവിൽ ജാസി ഗിഫ്റ്റ് ചെയ്യുകയുണ്ടായി. അത് ന്യൂസുകളിൽ എല്ലാവരുടെയും ഭയങ്കര രീതിയിൽ ശ്രദ്ധ പിടിച്ചു. കാരണം ജാസി ഗിഫ്റ്റിനെ പോലെ ഒരു ഗായകൻ, മ്യൂസിക് സംവിധായകൻ ഇതേപോലെ ഒരു അപമാനത്തിനിരയായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം വന്നു. അപ്പോൾ കോളേജ് പരിപാടിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പാടാൻ തുടങ്ങുമ്പോൾ തന്നെ ആ മൈക്ക് പിടിച്ച് വാങ്ങിയ പ്രിൻസിപ്പാള് തന്നെ അപമാനിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ട് നിലവിൽ ജാസി ഗിഫ്റ്റ് ഒരു വീഡിയോ ചെയ്തതും സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതും എല്ലാവരും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ അതിന്റെ പുറകില് പ്രിൻസിപ്പാളിന്റെ ഒരു വാദം, അല്ലെങ്കിൽ അതെന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ള ഒരു വാദം ആരും തന്നെ കേട്ടില്ല. പക്ഷെ അതിനുശേഷം ന്യൂസ് ചാനലുകളെല്ലാം നിലവിൽ ഇതൊരു ആക്റ്റീവായി അല്ലെങ്കിൽ ഒരു ഇതായിട്ട് എടുത്തപ്പോൾ നിലവിൽ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതിനു മുമ്പ് ജാസി ഗിഫ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഇതെവിടെ വയ്ക്കാം. ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത്. അവിടുത്തെ പ്രിൻസിപ്പള് നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്നു കയറി മൈക്ക് കയ്യിൽ നിന്ന് തട്ടി പറിച്ച് അവര് പരിപാടി നിർത്താൻ ശ്രമിച്ചു. അവര് പറഞ്ഞ റീസണുകളിലൊന്നും എന്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു റീസണായിട്ട് പറഞ്ഞത്. ഞങ്ങൾ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് എന്തായാലും പ്രസംഗിക്കാൻ അറിയില്ല, പാട്ട് കേൾക്കാനാണ്. നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള 3-4 സോങ്സ് ഞങ്ങൾ പാടും. ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ കോളേജുകാരെ വിളിച്ചിട്ടാണ് പോകുന്നത്. കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല. മൈക്ക് വന്ന് പിടിച്ച് ആവശ്യമുണ്ട് പോയായിരുന്നു. 2-3 കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റ് ആയിരുന്നില്ല എന്ന് നമുക്ക് തോന്നി. എനിക്ക് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല. കാര്യം വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിന്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു. അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. കാര്യം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. മാനേജ്മെന്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴും പല പല കാര്യങ്ങൾ അറിയാലോ. പ്രത്യേകിച്ച് ഈഗോസ് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കാം ഇതിന്റെ പുറകെയുള്ള. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മൾ എപ്പോഴും പാടാൻ പോകുമ്പോഴും നമ്മുടെ ബാൻഡ് കൂടെ കാണും, ഞങ്ങളുടെ കോ സിംഗേഴ്സ് കൂടെ കാണും. ഇപ്പൊ സജിൻ ജയരാജാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യത്തെ ഞങ്ങളുടെ ആൽബം മുതലേ അദ്ദേഹം ഞങ്ങളോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കോ സിംഗറാണ്, ബാക്കിംഗ് വോക്കൽസ് ഉണ്ട്, കമ്പോസിംഗിനിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ആളാണ് സജിൻ ജയരാജ്. അദ്ദേഹം പാടാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു തടസ്സം കൊണ്ടുവന്നത്. അത് പ്രത്യേകിച്ച് ഞങ്ങൾ പാടാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് കൂടെ ഉള്ളതാണ്. പിന്നെ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കുട്ടികൾ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നടന്നത് ഒരു അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സത്യം പറഞ്ഞാൽ നമുക്ക് ജെന്യുവനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ട്. കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ, സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിന്റെ ഒരു സംഭവമില്ല. നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ. അറിയാമല്ലോ, ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് ഞങ്ങൾ മാത്രമല്ല, ഇൻഡസ്ട്രിയിലുള്ളതും വെളിയിലുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ്. ആരെയും ബലാത്കരമായിട്ട് ആ ജോലിയിൽ നിന്ന് പിടിച്ചു തള്ളാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണ് കോളേജിൽ പരിപാടി നടത്താൻ പോകുന്ന സമയത്ത് നിലവിൽ കൂടെ പാടാൻ ആൾക്കാർ പോവും, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളെ കൊണ്ട് പാടാൻ താല്പര്യമുള്ള കാര്യം പറയും, പാടിപ്പിക്കും. ഇതെല്ലാം സ്വാഭാവികമാണ്. കാരണം ഒരു പടത്തിന്റെ പ്രൊമോഷനായിട്ട് പോകുന്ന സമയത്തടക്കം കഴിഞ്ഞ ദിവസങ്ങൾ വിജയ് യേശുദാസിന്റെ കൂടെ പാടി അവിടുത്തെ കോളേജിൽ ഒരു വിദ്യാർത്ഥിനി
അത് ഭയങ്കര വൈറലായതായിരുന്നു. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കണമൊക്കെ സ്വാഭാവികമാണ്. പ്രിൻസിപ്പൽ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി, ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം, പെരുമാറി രീതി എന്താണെന്ന് വെച്ചത്. കാരണം കോളേജ് ആകുമ്പോൾ ഇങ്ങനെയുള്ളൊരു പരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളും എല്ലാം നടക്കുന്ന സ്വാഭാവികം. ഡാൻസ്, പാട്ട്, പിന്നെ സ്റ്റേജിൽ കയറി ഡാൻസ് പാടുള്ളത്, പിന്നെ ഓഡിയൻസിൽ നിന്ന് പാട്ട് പാടല്, ഇതെല്ലാം അവർക്ക് അവരുടേതായ രീതിയിൽ കിട്ടുന്ന ഒരു 2 മണിക്കൂർ എൻജോയ്മെന്റിന്റെ സമയമാണ് അവരത് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഈ പറയുന്ന നമുക്ക് ഈ കാണുന്ന അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഇത് അറിയില്ല. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര രീതിയിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഈ പ്രിൻസിപ്പൾ പോലെയുള്ളവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. കാരണം പരിപാടി നടത്താം, പക്ഷെ പരിപാടി നടത്തുന്നതിന് മുന്നോടിയായിട്ട് ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം നിലവിൽ ഉള്ളതും കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്പൺ അറിയില്ല. പക്ഷെ ഇവർക്ക് അത് ഓഫ് സ്ക്രീനിൽ അത് അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം അങ്ങനെയാണ് ഈ പ്രിൻസിപ്പൾ ഇപ്പൊ നിലവിൽ ആ ന്യൂസ് ചാനലിലൊക്കെ വന്നിരുന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മൈക്ക് പിടിച്ചു വാങ്ങി എന്ന് പറയുന്നതിന്റെ ദൃശ്യം എന്താണ്? ഇവിടെ ഒരു പെയ്ഡ് പെർഫോമൻസ് പാടില്ലെന്നുള്ള ഓർഡർ ഉണ്ട്. ജാസി ജിപ്സാർ മാത്രമേ ഇവിടെ പാടുള്ളൂ എന്നുള്ള ഈ ഉറപ്പിലാണ് പിള്ളേർക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അത് പിള്ളേർ ലംഘിച്ചു. കോളേജിനെ ഇവിടെ നിർത്തണോ വേണ്ടോ? ഇതിൽ ഇൻസൾട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് മൈക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് പരിപാടി തടസ്സപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ആക്ച്വലി നമുക്ക് പാടുക എന്നുള്ള സംഭവത്തിനാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ജാസി ഗിഫ്റ്റ് സാർ മാത്രം പാടിയാൽ മതി, കൂടെ വേറെ ആരും പാടില്ല, ഇതൊരു പേര് പരിപാടിയായിട്ട് മാറ്റരുത് എന്നുള്ള ലെവലിൽ വന്ന് സംസാരിച്ചിട്ട് പോയി എന്ന് തന്നെയാണ്, ആ പരിപാടി തടസ്സപ്പെടുത്തി എന്ന് തന്നെയാണ് ജാസി ഗിഫ്റ്റ് ആരോപിക്കുന്നതും നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുന്നത്. പക്ഷെ തട്ടിപ്പറിച്ചായിട്ട് കാണില്ല, പക്ഷെ മൈക്ക് പിടിച്ച് വാങ്ങി എന്നുള്ളത് നമുക്കത് വിഷ്വലിലൂടെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ പ്രിൻസിപ്പളിന് പറയാനുള്ള കാര്യം എന്താണ്? എനിക്ക് ആദ്യം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ളത് 2015 ഇറങ്ങിയ ഒരു ഓർഡറാണ്, ഗവൺമെൻറ് ഓർഡറാണ്. അത് CET ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇറക്കിയതാണ്. ക്യാമ്പസിലെ എക്സ്റ്റേണൽ പെർഫോമൻസ് പാടില്ല, മ്യൂസിക്കൽ പെർഫോമൻസോ വേറെ ഒരു പെർഫോമൻസും DJ പാർട്ടികളൊന്നും പാടില്ല, കുട്ടികളുടെ പ്രോഗ്രാം എത്ര വേണേലും നടത്തിക്കോ എന്നുള്ള ഓർഡറാണ്. അത് കുസാറ്റിൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടാണ് ആ ഓർഡർ ഒന്നുകൂടെ പ്രാബല്യത്തിൽ പേപ്പറിലൊക്കെ വന്നതാണ്. പോലീസ് ഭയങ്കര വിജിലൻ്റ് ആണ്. അപ്പോൾ കോളേജ് ഡേയുടെ അനുബന്ധിച്ച് ഇങ്ങനെ ഒരു ചീഫ് ഗസ്റ്റ് ജാസി ഗിഫ്റ്റ് സാറാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേ പറഞ്ഞതാണ്, സാറ് ഇനോഗ്രൽ ഫംഗ്ഷനോട് അനുബന്ധിച്ച് പാട്ട് പാടുക, കൂടെ ആരും പാടാൻ പാടില്ല. കൂടെ ആരെങ്കിലും പാടിക്കഴിഞ്ഞാൽ അത് പെയ്ഡ് പെർഫോമൻസ് ആവും, എക്സ്റ്റേണൽ പെർഫോമൻസ് ആവും. അത് കോളേജിൽ അനുവദിക്കാൻ പാടില്ല. അത് ഞാൻ കുട്ടികളോട് പല പ്രാവശ്യം പറഞ്ഞു. കുട്ടികൾ എനിക്ക് ഉറപ്പ് തന്നു, ജാസി ഗിഫ്റ്റ് സാറ് മാത്രമേ പാടുള്ളൂ എന്ന് ഉറപ്പ് പറഞ്ഞു. ഞാൻ ജാസി ഗിഫ്റ്റ് സാറായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല, കുട്ടികളാണ് കോണ്ടാക്ട് ചെയ്തതും. അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആയിരുന്നു എല്ലാം. അത് കഴിഞ്ഞിട്ട് സാറ് വന്നു. സാർ ഇവിടെയാണ് വന്നത്. ഇവിടുന്ന് ഞങ്ങളെല്ലാം കൂടെ ബഹുമാനത്തോടെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇനോഗ്രൽ ഫംഗ്ഷൻ സാറ് പ്രസംഗിച്ചു, ഞാൻ പ്രസംഗിച്ചു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളോട് താഴെ ഇരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സാറ് പാട്ട് പാടാൻ തുടങ്ങി. ഫസ്റ്റ് പാട്ട് സാറ് തന്നെയാണ് പാടിയത്. രണ്ടാമത്തെ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ കൂടെ ഒരു സിംഗർ ഉണ്ടായിരുന്നു. രണ്ടുപേരും. ഇത് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളാണോ? കൂടെ വന്ന ആളാണ്, പെർഫോമറാണോ? അത് പ്രൊഫഷണൽ പെർഫോമറാണ്. അപ്പോൾ രണ്ടുപേരും ചേർന്ന് എനിക്ക് തോന്നുന്ന മറ്റേ സിംഗറാണ് തുടങ്ങിയെന്നും കൂടെയാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും രണ്ടുപേരും ഒരേപോലെയാണ് പാടിയത്. ഡാൻസൊക്കെ കളിക്കുന്ന പോലെ കളിച്ചിട്ടാണ് പാടിയത്. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനുണ്ട്. അത് ശരിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ്, പോലീസ് തന്നെ പറഞ്ഞേക്കുന്നത് എൻ്റെ റിസ്കിലാണ് നടത്തേണ്ടത്, എൻ്റെ റിസ്ക്കാണ്, ഞാനോ മാനേജർക്കോ എതിരെ കേസ് വരുമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ എന്നെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റേജിലേക്ക് കയറി. പിന്നെ അടുത്തതും രണ്ടുപേരും കൂടി ആ പാടുന്നതെന്ന് മനസ്സിലാക്കി, പാടാൻ തുടങ്ങുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പില്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് രണ്ടാമത്തെ പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റേജിൽ കയറി അവർ ഹമ്മിങ് തുടങ്ങിയപ്പോഴാണ് ഞാൻ സാറിനോട് മൈക്ക് ഇങ്ങനെ കാണിച്ചു, മൈക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു. സാറ് തരുവാണ് ചെയ്ത്, തട്ടിപ്പറിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവിടെ വെച്ച് ഞാൻ സ്റ്റുഡൻസിനെ ആണ് അഭിസംബോധന ചെയ്തത്. സാറിനോടും കൂടെ ഞാനിങ്ങനെ പറഞ്ഞു. സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചു. എന്നോട് പറഞ്ഞ സാറ് മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പം രണ്ടുപേര് ചേർന്ന് ഒരു പെർഫോമൻസ് ആയിരിക്കുകയാണ്, എക്സ്റ്റേണൽ പെർഫോമൻസ് ആയിരിക്കുകയാണ്. ഇനി അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ നിയമത്തിനനുസരിച്ചാണ് പ്രിൻസിപ്പൾ നീങ്ങിയതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ജാസി ഗിഫ്റ്റിനെ പോലെ ഒരാൾ നടന്നു വന്ന് പിന്നെ ഭക്തിഗാനമേള നടത്താൻ പറ്റില്ലല്ലോ അവിടെ.
ഓട്ടോമാറ്റിക്കലി ഒരു കോളേജിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു പാട്ട് പരിപാടി എല്ലാം നടത്തുന്ന സമയത്ത് എന്നാൽ ഇതിനെക്കുറിച്ച് എന്താണ് ഏതാണെന്നുള്ള കാര്യമൊക്കെ എൻക്വയറി ചെയ്യേണ്ടത് പ്രിൻസിപ്പൾ എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അല്ലാതെ എല്ലാം വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ രീതിയിലെ പോകും, അവരുടെ എൻജോയ്മെന്റ് അവർ അതേ കണക്കൂട്ടുള്ളൂ. പക്ഷെ പ്രിൻസിപ്പൾ നോക്കുന്നത് പ്രിൻസിപ്പൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കാരണം ഇതുപോലെ കുസാറ്റിൽ നടന്ന ഒരു ആക്സിഡന്റും കാര്യങ്ങളെല്ലാം അത് കുസാറ്റിൽ നടന്നത് നിലവിൽ ഒരു വലിയൊരു പരിപാടിയിലുണ്ടായ ഒരു കോർഡിനേഷൻ ചെയ്തതിന്റെ പാളിച്ചയാണ് അവിടെ നടന്നത്. പക്ഷെ കോളേജ് പരിപാടി എന്ന് പറയുന്നത് അതിനകത്തു നിന്ന ആൾക്കാർ പിള്ളേർ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഓഡിറ്റോറിയത്തിനകത്ത്. അല്ലെ വെളിയിൽ നിന്നുള്ള ഒരാളും അതിനകത്ത് കയറുമെന്നുള്ള സംശയമില്ല. കാരണം ടീച്ചേഴ്സും ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലൂടെ എത്ര വലിയ അപകടം ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പോയിട്ടുള്ളത് എത്ര വലിയ അപകടം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അത് കാരണം വേറൊന്നുമില്ല, കോളേജിനകത്തല്ല ഇത്ര വിദ്യാർത്ഥിനികളെ ഉണ്ടാവുള്ളൂ. അത്രയും വലിയ റഷ് ആൻഡ് ടഫായിട്ടുള്ള ഒരു പരിപാടികളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു വീഴോ കാര്യങ്ങളെല്ലാം ചെയ്ത് ചിലപ്പോൾ പരിക്കുപറ്റുകളും കാര്യങ്ങളെല്ലാം നിലവിലുണ്ടാവും. അതും സ്വാഭാവികമായിട്ടുണ്ടാവും. അതിപ്പോൾ ഏത് പരിപാടിയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതും ബോധമില്ല പിള്ളേർ തന്നെ ആയിരിക്കും, അല്ല ബോധം കെട്ട് വരുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല എന്തായാലും കോളേജിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ ടീച്ചറുടെ ഓൺ റിസ്കിൽ എടുത്ത് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ആയാൽ അത് പൂർണ്ണ ഉത്തരവാദിത്തം ഈ പ്രിൻസിപ്പളിന്റെ മേലേക്കാവും എന്നുള്ളൊരു പേടി കൊണ്ടാണ് പുള്ളിക്കാരി ആ സമയത്ത് പോയി അങ്ങനെ ഇടപെട്ടത് എന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങനെ ഇടപെടണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്താതിരുന്നാൽ പോരല്ലോ, ഭക്തിഗാനമേളയും നടത്തിയാൽ പോരായിരുന്നോ എന്നാണ് എന്റെ ഒരു ചോദ്യം. അപ്പൊ സാറ് പറഞ്ഞു സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ സിംഗിളായിട്ട് പാടാൻ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന വാക്കാണ് സാർ ഉപയോഗിച്ചത്. രണ്ടുപേര് പാടാനാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഓഡിയൻസിൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെയാണ്, ഒന്നുകൂടെ നിയമം എല്ലാ പിള്ളേരോടും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ റിസ്കിലാണ് ഇത് നടത്തുന്നത്, സാറ് തന്നെ പാടാനാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ. അപ്പോൾ പ്രിൻസിപ്പള് വിദ്യാർത്ഥികളുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഉറപ്പ് തന്നു ഇങ്ങനെ ജാസി സാർ മാത്രം പാടുമെന്നുള്ളത്. പക്ഷെ ഈ സാധനം ജാസി ഗിഫ്റ്റിന്റെ അടുത്ത് പിള്ളേരിൽ പോയി പറഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ വന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണത്തിനോട്ട് കടന്നത്. ചിലപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ കൂടെ ഉള്ള ഒരു സിംഗറിനെയും കൊണ്ടുവന്ന് സ്റ്റേജ് പെർഫോമൻസിൽ ഓട്ടോമാറ്റിക് സാധാരണ പാടുന്ന പോലെ പാടി കാര്യങ്ങളെല്ലാം ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ മിസ് വന്നിട്ട് ഇങ്ങനെയുള്ള ചെറിയ തട്ടിപ്പറിക്കലും കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ജാസി ഗിഫ്റ്റിന് അത് ഇമോഷണലി ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ പുള്ളിക്കാരൻ്റെ രീതിയിൽ ഒരു വീഡിയോ ചെയ്തു, ഇങ്ങനെ നടന്നു, എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇത് കോർഡിനേഷൻ ചെയ്തവരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു അപാകതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവര് ജാസി ഗിഫ്റ്റ് പറഞ്ഞത് അങ്ങനെയാണ്, എൻ്റെ കൂടെ അങ്ങനെ വന്നു, അങ്ങനെ ഞങ്ങൾ പാടി ഇഷ്ടമുള്ള പാട്ട് പാടും, അപ്പോൾ കുട്ടികളും ഇങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ടീച്ചർ ഇവിടെ ഓൾറെഡി ഇവരുടെ അടുത്ത് പറഞ്ഞു വിട്ടത് ഇങ്ങനെയുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ ജാസി ഗിഫ്റ്റ് മാത്രം പാടും, കൂടെ ആരും പാടാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ഇവിടെ വിദ്യാർത്ഥികൾ അവിടെ ഇവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ ഇങ്ങനൊരു നിയമം ഉണ്ടെന്ന് ഈ പ്രിൻസിപ്പൽ സാർ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്തായാലും പുള്ളിക്കാരൻ്റെ ഓൺ റിസ്കിലെടുത്ത് നടക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ സേഫ്റ്റിയും പുള്ളി നോക്കുന്നുണ്ട്, വിദ്യാർത്ഥികളുടെ സേഫ്റ്റി നോക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് അവസാനം പ്രിൻസിപ്പളിന്റെ ഉത്തരവാദിത്വത്തിലാണെന്ന് പറയുന്നതിലും നല്ലത് അത് ഇപ്പം ഇങ്ങനെ ഈ ഒരു വിവാദമായിട്ട് അവസാനിച്ച് പോകുന്നതായിരുന്നു. കാരണം അതൊന്നുമല്ല പറയാൻ പറ്റില്ല. ഇപ്പം എല്ലാ പിള്ളേരും ഓരോരോ മൈൻഡ് സെറ്റിലായിരിക്കും. ചിലപ്പോൾ നല്ല എനർജറ്റിക് ഡാൻസ് കളിക്ക് വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് പോലീസ് കേസെടുക്കുമ്പോൾ നേരെ തിരിഞ്ഞത് പ്രിൻസിപ്പളിന്റെ ആയിരിക്കും. അപ്പോൾ ഈ കുറ്റം പറയുന്ന അതേ ആൾക്കാർ പറയും പ്രിൻസിപ്പളിന്റെ അനാസ്ഥയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ വരുന്ന ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് അവർക്ക് എൻജോയ്മെന്റും കാര്യങ്ങളിലും വേണ്ടി ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നടത്തുന്നത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നിയമങ്ങളും ഇതൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് പറയാം, ഇങ്ങനെയാണ്. എന്തായാലും ജാസി ഗിഫ്റ്റിനുണ്ടായ അനുഭവം പുള്ളിന്റെ രീതി പറഞ്ഞു, പുള്ളിക്കാരി അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിന്റെ ഇടയിൽപ്പെട്ടത് ഈ വിദ്യാർത്ഥികൾ കറക്റ്റ് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ജാസി ഗിഫ്റ്റിന്റെ അടുത്ത് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പളിന്റെ ആരോപണം. എന്തായാലും ആരോപണങ്ങൾ എല്ലാം ഇതിലൂടെ അവസാനം നന്നായി. എന്തായാലും ഇത് കൂടുതൽ എന്തെങ്കിലും വലിയൊരു അപകടം വന്നിട്ട് കുറ്റപ്പെടുത്തുന്നത് നല്ലത്. അതിന് മുമ്പേ നുള്ളി കളഞ്ഞിട്ട് ഈ ഒരു ആരോപണമായിട്ട് വിട്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കോൺട്രവേഴ്സിയിൽ കൂടെ അത് കടന്നുപോയത് നല്ലതായി എന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ ഒരു കുസാലിനെ പോലെ ഒരു ദുരന്തമൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ പ്രിൻസിപ്പളിനെ കുറ്റം പറയേണ്ടി വരും.